നെവിൻ മോഷ്ടിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ അവരവർക്ക് കിട്ടിയ പാവകൾ എണ്ണി തിട്ടപ്പെടുത്തി ബിഗ് ബോസിനോട് നമ്പർ പറയുന്ന സമയത്ത് അവിടെ ഒരു തർക്കമുണ്ടായിരുന്നു. ആ സമയത്ത് നെവിൻ അനുമോള് അടുക്കി വെച്ചിരിക്കുന്ന പാവകളുടെ സൈഡിൽ പോയി നിൽക്കുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ നെവിൻ പയ്യെ കാലുകൾ ഉപയോഗിച്ച് ഒരു പാവയെ നൈസായിട്ട് കാലിൽ ലോക്ക് ചെയ്യുന്നു. അത് നൈസായിട്ട് പുറയിലേക്ക് വലിക്കുന്നു. ഈ സമയത്ത് അവിടെ അനുമോളും ആര്യനും തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്, തർക്കം നടക്കുകയാണ്. പക്ഷേ ഓൾറെഡി അനുമോൾക്ക് എത്ര പാവയുണ്ടെന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി അനുമോളുടെ പാവയിൽ നിന്ന് ഒരെണ്ണം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നെവിൻ നൈസായിട്ട് ആ കാലിൽ ലോക്ക് ചെയ്ത പാവ നേരെ സോഫയുടെ പുറയിലേക്ക് നെവിൻ്റെ കാലുപയോഗിച്ച് തോണ്ടിയെടുക്കുന്നു. അങ്ങനെ നെവിൻ അവിടെ കുനിഞ്ഞിരുന്ന് ആ ഒരു പാവ നെവിൻ സ്വന്തമാക്കുന്നു. ഇത് വളരെ വ്യക്തമായിട്ട് ലൈവിലും അതുപോലെ തന്നെ എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട്. ഇത് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ആർക്കും തന്നെ അറിയത്തില്ല. അനുമോളുടെ അടുത്ത് നെവിനൊന്ന് സൂചിപ്പിച്ചിരുന്നു ഈ ഒരു ഗെയിം എല്ലാം കഴിഞ്ഞ്. പക്ഷേ അനുമോൾക്ക് അത് മനസ്സിലായില്ല. ഇനി ലാലേട്ടൻ്റെ വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കാണിച്ചാൽ മാത്രമായിരിക്കും ഇത് അവിടെയുള്ള മത്സരാർത്ഥികൾ അറിയാൻ പോകുന്നത്. എന്തായാലും വളരെ വിദഗ്ധമായിട്ട് തന്നെ ഒരു മോഷണം നടത്തി നെവിൻ. അനുമോളുടെ മാത്രമല്ല മോഷണം നടത്തിയത്, അവിടെ വേറെ പലരുടെയും പാവ മോഷ്ടിച്ചാണ് നെവിൻ അത്രയും പാവ കളക്ട് ചെയ്തത്. എന്തായാലും കാണാൻ നല്ല രസമുള്ള ഒരു മോഷണമായിരുന്നു അത്. എന്തായാലും ബിഗ് ബോസിന് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.